നമസ്കാരം. മലയാളി വാർത്താ ഇൻസൈഡിലേക്ക് സ്വാഗതം. പാക് അധീന കാശ്മീരിൽ അശാന്തി പടരുന്നു. പ്രക്ഷോഭം ഉച്ചസ്ഥായിയിലെത്തി. ഇതിനിടയിൽ ഇന്ത്യൻ ജനതയോട് സഹായം അഭ്യർത്ഥിച്ച് ജമ്മു കാശ്മീർ ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റി നേതാവ് രംഗത്തെത്തി. പാകിസ്ഥാൻ ഭരണകൂടം തങ്ങളുടെ മൗലികാവകാശങ്ങൾ ലംഘിക്കുന്നു. മുസാഫറാബാദ്, റാവൽകോട്ട് എന്നിവിടങ്ങളിൽ ജനങ്ങൾ നടത്തുന്ന പ്രതിഷേധം അതിശക്തമായി തുടരുന്നതിനിടയിലാണ് ഇന്ത്യയുടെ സഹായം അവർ അഭ്യർത്ഥിച്ചിരിക്കുന്നത്. പാക് ഭരണകൂടത്തിന്റെ വ്യാപകമായ മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെ ജൂലൈ 5 പുതിയ പ്രതിഷേധം നടത്തുന്നതിനിടയിലാണ് ഇന്ത്യയുടെ സഹായം അവർ തേടിയത്. ഭരണകൂടത്തിന്റെ ക്രൂരതയ്ക്കും സാമ്പത്തിക ഉപരോധത്തിനുമെതിരെ ഒന്നിച്ച് ശബ്ദമുയർത്താൻ ശ്രീനഗർ, ലഡാക്ക്, പൂഞ്ച്, രജൌരി, ജമ്മു എന്നിവിടങ്ങളിലെ ജനങ്ങൾ പാക് അധിനിവേശ കാശ്മീരിലെ താമസക്കാർക്കൊപ്പം ഐക്യദാർഢ്യത്തോടെ നിലകൊള്ളണമെന്നാണ് അവർ അഭ്യർത്ഥിച്ചിരിക്കുന്നത്. ഞങ്ങൾ അതിഭീകരമായ അതിക്രമങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ ഭക്ഷണം അവർ തടഞ്ഞു വച്ചിരിക്കുന്നു. ഇന്ത്യൻ ജനത ഞങ്ങളെ രക്ഷിക്കണം. പാക് അധീന കാശ്മീർ പാകിസ്ഥാൻ്റേതല്ല, അത് ഇന്ത്യക്ക് അവകാശപ്പെട്ടതാണ്. ഒരു വശത്ത് പാക് സൈന്യം അതിക്രൂരമായി ആ ജനതയെ വേട്ടയാടുകയാണ്. ഭക്ഷണത്തിനും മരുന്നിനുമൊക്കെ നേരിടുന്ന ദൗർലഭ്യവും സമാധാനപരമായ പോരാട്ടങ്ങളെ അടിച്ചമർത്തുന്ന കിരാത രീതികളും ജനങ്ങളെ ഭയവിഹുലരാക്കി. ഇതിനകം തന്നെ നിരവധി സന്നദ്ധ പ്രവർത്തകരെ പാക് സൈന്യം കസ്റ്റഡിയിലെടുത്തു. നൂറുകണക്കിന് അംഗങ്ങളെ അറസ്റ്റ് ചെയ്യുകയും രാജ്യത്തിന്റെ 4th ഷെഡ്യൂൾ വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു. മുസാഫറാബാദിലും റാവൽകോട്ടും കേന്ദ്രീകരിച്ച് പാക് അധിനിവേശ കാശ്മീരിലുടനീളം പ്രതിഷേധം കാട്ടുതീ പോലെ ആളിക്കത്തുന്നു. ഭരണകൂടത്തിന് മുന്നിൽ ജനങ്ങൾ വച്ചിരിക്കുന്ന 38 ആവശ്യങ്ങൾ. 1947 ശേഷം പാകിസ്ഥാനിൽ സ്ഥിരതാമസമാക്കിയ കാശ്മീരി അഭയാർത്ഥികൾക്കായുള്ള സംവരണം ചെയ്ത 12 നിയമസഭാ സീറ്റുകൾ നിർത്തലാക്കണമെന്ന ആവശ്യവും സംഘടന മുന്നോട്ട് വയ്ക്കുന്നു. ഈ സീറ്റുകൾ പാക് നേതാക്കളെ പ്രാദേശിക രാഷ്ട്രീയത്തിൽ ഇടപെടാനും ജനവികാരത്തിന് വിരുദ്ധമായ സർക്കാരുകളെ അധികാരത്തിലെത്താനും സഹായിക്കുന്നു. ഈ പ്രദേശത്തെ അർദ്ധസൈനിക വിഭാഗങ്ങളുടെ അമിതമായ വിന്യാസം കുറയ്ക്കണമെന്ന ശക്തമായ ആവശ്യവും ജനങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു. മറുവശത്ത് മേഖലയിൽ ശക്തമായ സൈനിക നടപടികൾക്ക് തുടക്കമിട്ടു. മാരകമായ ഏറ്റുമുട്ടലുകൾക്ക് ഇത് കാരണമാകുന്നു. പ്രദേശത്തുടനീളം ഇന്റർനെറ്റ് വിച്ഛേദിച്ചിരിക്കുന്നു. തീവ്രവാദ വിരുദ്ധ നിയമപ്രകാരം JAC നിരോധിക്കാനുള്ള പാകിസ്ഥാന്റെ തീരുമാനം വ്യാപകമായ പ്രതിഷേധങ്ങൾക്കിടവരുത്തി. കൂടുതൽ സ്വയംഭരണം അല്ലെങ്കിൽ പൂർണ്ണ സ്വാതന്ത്ര്യം, ഇന്ത്യയുമായുള്ള അടുത്ത സഹകരണം, ഇവയാണ് ഇപ്പോൾ പാക് അധീന കാശ്മീരിലെ ജനങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ഫോർമുല. പാക് സൈന്യം മുമ്പ് മേഖലയിലെ ജനങ്ങൾക്ക് ആയുധങ്ങൾ നൽകിയിരുന്നുവെന്നാണ് അമൻ ഖാൻ പരസ്യമായി പറയുന്നത്. ഇത് പാകിസ്ഥാന്റെ നിലപാടുകൾക്ക് വിരുദ്ധമാണ്. അതിർത്തി കടന്നുള്ള തീവ്രവാദ ഗ്രൂപ്പുകളെ പാക് സേന പിന്തുണയ്ക്കുന്നു. അന്താരാഷ്ട്ര ആരോപണങ്ങൾ പൂർണ്ണമായി ശരിവയ്ക്കുന്നതാണ് ഇപ്പോൾ പാക് അധീന കാശ്മീരിലെ ജനങ്ങളുടെ ഈ സ്വയം വെളിപ്പെടുത്തലുകൾ. POK പൂർണ്ണമായും തിളച്ചുമറിയുന്ന അവസ്ഥയിലാണ്. പാകിസ്ഥാനെതിരെ മെഗാ ഞായറാഴ്ച പ്രതിഷേധത്തിനാണ് ഇപ്പോൾ ആഹ്വാനം ചെയ്തിരിക്കുന്നത് JAC. ഇന്ന് നടക്കുന്ന പ്രാദേശിക പ്രതിഷേധങ്ങൾ കൈവിട്ടു പോകാനുള്ള എല്ലാ സാധ്യതയും നിലനിൽക്കുന്നു. മുൻപ് നിരവധി ജനങ്ങളെ പാക് സേന വെടിവെച്ച് വീഴ്ത്തിയിരുന്നു. ഒരു രാഷ്ട്രീയ കൊടുങ്കാറ്റ് പാക് അധിനിവേശ കാശ്മീരിൽ ആഞ്ഞടിക്കുന്നു. ജനങ്ങൾ ഇന്ത്യയിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുകയാണ്. ആ പ്രദേശത്തുള്ള പൗരന്മാരോട് തങ്ങളുടെ പൂർണ്ണ ശക്തിയോടെ തെരുവിലിറങ്ങാൻ പ്രമുഖ JAC കോറംഗം ഉമർ നസീർ കാശ്മീരിയുടെ ആഹ്വാനം. വ്യാപകമായി ഉയരുന്ന ഭരണകൂട അടിച്ചമർത്തലുകളെ പ്രതിഷേധം കൊണ്ട് തീർക്കാൻ ജനങ്ങളോട് ആഹ്വാനം ചെയ്യുകയാണ് അദ്ദേഹം. മുസാഫറാബാദ്, ഝലം, നീലം താഴ്വരകളിലെ നിവാസികളെ നേരിട്ട് അഭിസംബോധന ചെയ്തുകൊണ്ട് ഉമർ നസീർ കാശ്മീരി നടത്തിയ വികാരഭരിതമായ ഒരു അഭ്യർത്ഥന. ഇത് കൂടുതൽ വ്യക്തികളെ പ്രതിഷേധത്തിലേക്ക് ആകർഷിച്ചു. അടിച്ചമർത്തലിനെതിരെ ശക്തമായ പ്രതിഷേധത്തിന് ഒരുക്കാനാണ് ജനങ്ങളോട് അദ്ദേഹം ആഹ്വാനം ചെയ്തിരിക്കുന്നത്. അടിച്ചമർത്തലിനും സ്വേച്ഛാധിപത്യത്തിനും മുന്നിൽ മുട്ടുമടക്കരുത്. ആത്യന്തിക വിജയം നേടിയെടുക്കുന്നതുവരെ അതിശക്തമായ പോരാട്ടം തുടരണമെന്നാണ് അദ്ദേഹത്തിൻ്റെ അഭ്യർത്ഥന. ഭരണകൂട അതിക്രമങ്ങൾ അവസാനിപ്പിക്കണം. പ്രദേശത്തെ ഗോതമ്പ് വിലയിലുണ്ടായ വർധനവ്, കനത്ത വൈദ്യുതി നികുതി, മനുഷ്യാവകാശ ലംഘനങ്ങൾ എന്നിവയ്ക്കെതിരെ 1 മാസമായി വലിയ പ്രക്ഷോഭമാണ് പ്രദേശവാസികൾ നടത്തുന്നത്. അടുത്ത കാലത്താണ് JACയെ തീവ്രവാദ വിരുദ്ധ നിയമപ്രകാരം ഔദ്യോഗികമായി ഭരണകൂടം നിരോധിച്ചത്. പാക് അധീന കാശ്മീരിൽ പാകിസ്ഥാൻ സർക്കാരിനെതിരെയുള്ള ജനകീയ പ്രക്ഷോഭം ആരംഭിച്ച് ഇത് 26-ാം ദിനം. റാവൽകോട്ട്
ഈദ്ഗാഹ് മൈതാനത്ത് ഇക്കഴിഞ്ഞ ദിവസം ഒരു കൂറ്റൻ റാലി നടന്നിരുന്നു. 80,000-ലധികം ആളുകളാണ് അവിടെ തടിച്ചുകൂടിയത്. റാലിയെ അഭിസംബോധന ചെയ്ത ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റി നേതാവ് സർദാർ അമൻ ഖാൻ പാകിസ്ഥാന്റെ അതിക്രമങ്ങൾക്കെതിരെ അതിരൂക്ഷമായ വിമർശനങ്ങൾ ഉയർത്തു. ഭീകരവാദ അജണ്ടകളെയും പാക് സൈന്യത്തിന്റെ പങ്കിനെയും നിശ്ചിതമായി തുറന്നുകാട്ടി. കാശ്മീരികളുടെ കൈകളിൽ ആയുധങ്ങൾ യഥാർത്ഥത്തിൽ വെച്ചു നൽകിയത് പാകിസ്ഥാൻ സൈന്യമാണ് എന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞു. ജമ്മു കാശ്മീരിലേക്ക് ആയുധങ്ങളും വെടിക്കോപ്പുകളും കടത്തിവിട്ടത് പാക് സൈന്യമാണ്. കാശ്മീരികൾക്ക് തോക്ക് നൽകിയവർ ഇന്ന് തങ്ങളെ ഭീകരവാദികൾ എന്ന് വിളിക്കുന്നു. അമാൻ ഖാന്റെ ഈ വാക്കുകൾ വലിയ കയ്യടിയോടെയാണ് പ്രതിഷേധക്കാർ സ്വീകരിച്ചത്. കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ റാവൽകോട്ടയിൽ നടന്ന ജെയ്ഷെ മുഹമ്മദ് എന്ന ഭീകര സംഘടനയുടെ പരിപാടിയെക്കുറിച്ചും അദ്ദേഹം തന്റെ പ്രസംഗത്തിൽ പരാമർശിച്ചു. അന്ന് AK-47 തോക്കുകളും വാളുകളുമായി ഭീകരർ നഗരത്തിലൂടെ പരസ്യമായി മാർച്ച് നടത്തി. റാവൽകോട്ട് ഡെപ്യൂട്ടി കമ്മീഷണറാണ് അന്ന് റാലിക്ക് അനുമതി നൽകിയത്. അവർക്ക് സുരക്ഷയൊരുക്കിയതും അദ്ദേഹം തന്നെ. തോക്കുകളുമായി റാലി നടത്തിയവർക്ക് കാവൽ നിന്ന ഉദ്യോഗസ്ഥരാണ് ഇപ്പോൾ മണ്ണിന്റെ യഥാർത്ഥ അവകാശികളെ ഭീകരർ എന്ന് വിളിക്കുന്നത്. പാക് അധീന കാശ്മീരിൽ നിന്ന് പാകിസ്ഥാൻ ഒഴിഞ്ഞു പോകണമെന്ന ആവശ്യമാണ് ഇപ്പോൾ അവർ മുന്നോട്ട് വയ്ക്കുന്നത്. ഇതൊരു വലിയ വിപ്ലവമായി മാറുമെന്ന് അദ്ദേഹം ജനങ്ങൾക്ക് ഉറപ്പുകൊടുത്തു. റാവൽകോട്ടിൽ നടന്ന മറ്റൊരു സമരത്തിനിടയിൽ അദ്ദേഹം നടത്തിയ പ്രസംഗത്തിൽ ഇനി പാകിസ്ഥാന്റെ നിയന്ത്രണത്തിലല്ല ഈ പ്രദേശമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. പാകിസ്ഥാൻ തങ്ങളുടെ ആവശ്യങ്ങൾ അവഗണിച്ചാൽ ഇന്ത്യയുമായി ശക്തമായ സഹകരണത്തിന് ശ്രമിക്കുമെന്നാണ് അദ്ദേഹത്തിന്റെ മുന്നറിയിപ്പ്. പാക് അധീന കാശ്മീർ പാകിസ്ഥാന്റെ ഭാഗമല്ല എന്ന് പ്രതിഷേധക്കാർ ഉറപ്പിച്ചു പറയുന്നു. വിവിധ വിദേശ രാജ്യങ്ങളിൽ താമസിക്കുന്ന മേഖലയിലെ ജനങ്ങളും പാക് സർക്കാരിനെതിരെ രംഗത്തെത്തി. പല രാജ്യങ്ങളിലുമുള്ള പാകിസ്ഥാൻ എംബസികൾക്ക് മുന്നിൽ ഇപ്പോൾ ശക്തമായ പ്രതിഷേധം നടക്കുന്നു. നിരോധിത സംഘടനയാണ് ജമ്മു കാശ്മീർ ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റി. അവർ ആഹ്വാനം ചെയ്ത പ്രതിഷേധ സമരം നടന്നാൽ സൈന്യം ശക്തമായി ഇടപെടുമെന്നാണ് പാക് ഭരണകൂടത്തിന്റെ മുന്നറിയിപ്പ്. എന്നാൽ തങ്ങൾക്കിടയിൽ നിന്ന് കാണാതായ പ്രവർത്തകരെയും നേതാക്കളെയും ഉടൻ സേന മോചിപ്പിക്കണമെന്നതാണ് അവരുടെ പ്രധാന ആവശ്യം. മുതിർന്ന വ്യാപാരി നേതാവും JAC വക്താവുമാണ് ഷൗക്കത്ത് നവാസ് മിറിനെ അറസ്റ്റ് ചെയ്തതും തുടർന്ന് അദ്ദേഹത്തെക്കുറിച്ച് വിവരങ്ങൾ ലഭ്യമല്ലാത്തതും ഇപ്പോൾ സംഘടനയെ കൂടുതൽ പ്രകോപിപ്പിച്ചു. പ്രതിഷേധ സമരത്തിൽ പങ്കെടുക്കാൻ പോകുന്നതിനിടയിൽ പാകിസ്ഥാൻ രഹസ്യാന്വേഷണ ഏജൻസികളും പ്രാദേശിക പോലീസും സംയുക്തമായി നടത്തിയ നീക്കത്തിലാണ് അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുക്കുന്നത്. പോലീസ് സേനയെ വിന്യസിച്ചും മുസഫറാബാദിലും പരിസര പ്രദേശങ്ങളിലും ബാരിക്കേഡുകൾ തീർത്തും പ്രതിഷേധത്തെ നേരിടാൻ ഭരണകൂടം തയ്യാറെടുത്തു. ഇക്കഴിഞ്ഞ ജൂൺ 17-ാം തീയതി പാക് അധീന കാശ്മീരിൽ ഒരു വലിയ പ്രക്ഷോഭം നടന്നു. ഇന്ത്യയുമായി സാമ്പത്തിക വ്യാപാര ബന്ധം വേണമെന്നാവശ്യപ്പെട്ടായിരുന്നു ഇത്തരമൊരു പ്രക്ഷോഭം. പാകിസ്ഥാൻ സൈന്യത്തിനും പാകിസ്ഥാൻ ഫെഡറൽ സർക്കാരിനുമെതിരായ പ്രതിഷേധമാണ് ഇന്ത്യയുടെ സഹകരണത്തിനായി ഉറവിളി കൂട്ടിയത്. ഫെഡറൽ സർക്കാരും സൈന്യവും പാക് അധിനിവേശ കാശ്മീരിന്റെ സാമ്പത്തിക സ്വയംഭരണ അവകാശങ്ങളെ തകർക്കുകയാണ് എന്ന് ജമ്മു കാശ്മീർ ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റി ആരോപണമുന്നയിച്ചു. ഇന്ത്യയുമായി തങ്ങൾക്ക് വ്യാപാര വാണിജ്യ സാമ്പത്തിക ബന്ധങ്ങൾക്ക് വിലങ്ങിട്ടു പാക് ഭരണകൂടം. എത്രയും പെട്ടെന്ന് ഇന്ത്യയുമായി വ്യാപാര ബന്ധം പുനഃസ്ഥാപിക്കണമെന്നതായിരുന്നു അവരുടെ ആവശ്യം. ഇന്ത്യയുമായി ഒരു വ്യാപാര സാമ്പത്തിക ബന്ധത്തിന് ബദൽ പാത ഒരുക്കുമെന്ന് JAC നേതാവ് സർദാർ അമൻ പറഞ്ഞിരുന്നു. പാക് അധിനിവേശ കാശ്മീർ ഇന്ത്യയുടെ ഭാഗമാണെന്നും LOC കടന്ന് വ്യാപാരം നടത്തിയാലും GST ബാധകമാണെന്നും ജമ്മു കാശ്മീർ ആൻഡ് ലഡാക്ക് ഹൈക്കോടതി അടുത്തിടെ ഒരു വിധി പ്രസ്താവന നടത്തി. POK ഇന്ത്യയുടെ അവിഭാജ്യ ഘടകവും കേന്ദ്രഭരണ പ്രദേശവുമായ ജമ്മു കാശ്മീരിന്റെ ഭാഗവുമാണ്. LOC കടന്ന് വ്യാപാരം നടത്തിയാലും അത് സംസ്ഥാനത്തിനുള്ളിൽ നടന്ന വ്യാപാര ഇടപാടായി മാത്രമേ കണക്കാക്കൂ. GST നിയമം ബാധകമാണെന്നും കോടതി പറഞ്ഞിരുന്നു. പുൽവാമ ആക്രമണത്തിന് മുൻപ് ഇസ്ലാമാബാദ്, ഉറി, റാവൽകോട്ട് മേഖലകൾ കേന്ദ്രീകരിച്ച് ധാരാളം വ്യാപാരവും നടന്നിരുന്നു. അവ പുനഃസ്ഥാപിക്കണമെന്നാണ് പാക് അധിനിവേശ കാശ്മീരിലെ ജനങ്ങളുടെ ആവശ്യം. വലിയ സമ്മർദ്ദമാണ് പാക് സേന ഇപ്പോൾ പാക് അധിനിവേശ കാശ്മീരിൽ നേരിടുന്നത്. ജമ്മു കാശ്മീരിൽ അവശേഷിക്കുന്ന ഭീകരരെ തെരഞ്ഞുപിടിച്ച് കൊന്നെറിയുന്ന ശ്രമത്തിലാണ് ഇന്ത്യൻ സൈനികർ. ജമ്മു കാശ്മീരിലെ ഷോപ്പിയാനിൽ സുരക്ഷാ സേനയും ഭീകരരും തമ്മിൽ കനത്ത ഏറ്റുമുട്ടൽ ഇക്കഴിഞ്ഞ ദിവസം നടന്നു. ലഷ്കർ തൈബയുടെ ഉന്നത നേതൃത്വത്തിലുള്ള 2 കുപ്രസിദ്ധ ഭീകരരെ സൈന്യം വളഞ്ഞു. സാക്കിർ അഹമ്മദ് ഖാനി, ലത്തീഫ് ഭട്ട് എന്നിവരെയാണ് സുരക്ഷാ സേന കുടുക്കിയത്. ശനിയാഴ്ച വൈകിട്ട് 7:45 ഷോപ്പിയാനിലെ ചാൻപോറ ഗ്രാമത്തിൽ ഭീകരരും സുരക്ഷാ സേനയും തമ്മിൽ ഏറ്റുമുട്ടൽ ആരംഭിച്ചു.
ഷോപ്പിയാനിൽ ഗാനിയും മറ്റൊരു ഭീകരനും അടുത്തിടെ എത്തിയതിൻ്റെ CCTV ദൃശ്യങ്ങൾ സുരക്ഷാ സേനയ്ക്ക് ലഭിച്ചിരുന്നു. കാശ്മീർ സ്വദേശിയും ലഷ്കർ-എ ഭീകരനുമാണ് സാക്കിർ ഗാനി. ഒട്ടേറെ ഭീകരവാദ കേസുകളിൽ ഇയാൾ പ്രതിയാണ്. ഇയാൾക്കെതിരെ കുൽഗാമിലെ NIA കോടതി നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു. പഹൽഗാം ഭീകരാക്രമണത്തിലും ഗാനിക്ക് പങ്കുണ്ട്. കാശ്മീർ താഴ്വരയിൽ സുരക്ഷാ സൈനികരെ ലക്ഷ്യമിട്ട് നടക്കുന്ന ആക്രമണങ്ങൾക്ക് പിന്നിൽ ഗാനിയുടെ പങ്കുണ്ട് എന്ന് ഇന്ത്യൻ അധികൃതർ പറഞ്ഞിരുന്നു. പാക് അധിനിവേശ കാശ്മീരിലെ ജനങ്ങളുമായി ഇന്ത്യ കൈകോർത്താൽ പാകിസ്ഥാൻ ഭരണം അവിടെ പൂർണ്ണമായും നിലയ്ക്കും. ഏറെ സങ്കീർണമായ ഇത്തരമൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ വിദേശകാര്യമന്ത്രി S. ജയശങ്കർ 4 പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ സന്ദർശിക്കുന്നത്. ഖത്തർ, ബഹ്റിൻ, കുവൈറ്റ്, ഒമാൻ എന്നീ രാജ്യങ്ങൾ അദ്ദേഹം സന്ദർശിക്കുന്നു. ജൂലൈ 5 മുതൽ 10 വരെയാണ് സന്ദർശനം. അതിനുശേഷം ജയശങ്കർ അമേരിക്കയും ബെൽജിയവും സന്ദർശിക്കും. ഐക്യരാഷ്ട്ര സംഘടനയിലും യൂറോപ്യൻ യൂണിയനിലും നടക്കുന്ന ചർച്ചകളിൽ അദ്ദേഹം പങ്കെടുക്കും. 6 ദിവസ വിദേശ പര്യടനത്തിനായി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജൂലൈ 6 പുറപ്പെടും. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് എന്നീ രാജ്യങ്ങളിലേക്കാണ് യാത്ര. ഇൻഡോ പസഫിക് മേഖലയിൽ ഇന്ത്യയുടെ സാന്നിധ്യം വർദ്ധിപ്പിക്കുന്നതിനും വ്യാപാര ബന്ധം ശക്തമാക്കുന്നതിനും മേഖലയിൽ രാജ്യങ്ങളുമായുള്ള സഹകരണം വർദ്ധിപ്പിക്കുന്നതിനും പ്രധാനമന്ത്രിയുടെ സന്ദർശനം സഹായകരമാകും. ഏറെ നിർണായകമാണ് പാക് അധിനിവേശ കാശ്മീരിലെ ഇപ്പോഴത്തെ സ്ഥിതിഗതികൾ. ഇന്ത്യയുമായി സഹകരിക്കണമെന്നതാണ് ആ മേഖലയിലെ ജനങ്ങളുടെ ആവശ്യം. പാക് സേനയെ അവർ തുരത്തും എന്ന് റിപ്പോർട്ടുകൾ ശക്തമായി സൂചിപ്പിക്കുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.